ധന്യ, ഈ രാഹുൽ ഗാന്ധി നടത്തുന്ന സന്ദർശന പരിപാടികളിലൊക്കെ തന്നെ ഈ സുരക്ഷാ വേലിക്കെട്ടുകൾ മറികടന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ചില ചായക്കടകളിൽ ചായ കുടിക്കുന്നത് പോലും വലിയ വാർത്തയായിട്ടുണ്ട്. നമ്മുടെ കായംകുളത്ത് മുമ്പൊരിക്കൽ വന്നപ്പോൾ അദ്ദേഹം പോലീസ് ജീപ്പിൻ്റെ മുകളിൽ കയറിയത് വലിയ വിവാദവുമായിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറം രാഹുൽ ഗാന്ധി നടത്തുന്ന സ്വകാര്യ സന്ദർശനങ്ങൾക്കടക്കം അദ്ദേഹം ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനം വന്നേക്കുന്നത്. അദ്ദേഹത്തിന് അതീവ സുരക്ഷ, ജീവന് ഭീഷണിയുള്ള ഒരു നേതാവെന്ന നിലയിൽ CRPF അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പോലും കൃത്യമായ അറിയിപ്പ് കൊടുക്കാതെ രാഹുൽ ഗാന്ധി വിദേശ പര്യടനം അടക്കം നടത്തുന്നു. അതിൽ അവർ കടുത്ത അതൃപ്തി അറിയിച്ചു. മല്ലികാർജുൻ ഖാർഗെ അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് CRPF കത്ത് കൊടുത്തു, ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തു. ഇനി ഇത്തരം പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ള കർശന നിർദ്ദേശം ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അത്തരത്തിൽ ഗുരുതരമായ പ്രശ്നം ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പക്ഷേ ഒരിക്കലും ഈ കത്ത് അംഗീകരിക്കുകയോ ഈ നിയമം ലംഘിക്കപ്പെടാതിരിക്കുകയോ ചെയ്യില്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്. കാരണം ഈ നമ്മൾ എങ്ങോട്ടാണോ യാത്ര പോകുന്നത് ആ യാത്ര പോകുന്ന സ്ഥലത്തെക്കുറിച്ച് 15 ദിവസത്തിന് മുൻപേ ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകണം. ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം പോകുന്ന സ്ഥലത്തെ വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിക്കും. ഇത് പോകുന്നതിന് 15 ദിവസം മുമ്പാണ് നൽകേണ്ടത്. സംസാരിച്ചതിന് ശേഷം അവിടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടുത്തെ സർക്കാരുകൾ ചെയ്യും. അങ്ങനെ ആവുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ് പോകുന്നത്, ആരെയാണ് കാണുന്നത്, ആരെ അടുത്തേക്കാണ് പോകുന്നത്, ആരെയൊക്കെയാണ് കാണുന്നത്, ഇതൊക്കെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ജമ്മത്ത് രാഹുൽ ഗാന്ധി എവിടെ പോകണം എന്നുള്ളത് അതൊരു രഹസ്യ യാത്ര തന്നെയായിരിക്കും. ആരെ കാണാനാണ്, എപ്പോൾ കാണാൻ. ഈ രാഹുൽ ഗാന്ധിക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്നൊക്കെയുള്ള ചില വാർത്തകൾ പുറത്തു വന്നു. ഭാര്യയുടെ പേര് ജൊനീത വിൻസി, മകൻ നൊഹാഗ് വിൻസി, മകൾ മീനക് വിൻസി. ഇതൊക്കെ നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം. ഇതൊക്കെ കൃത്യമായി രേഖകൾ അടിസ്ഥാനം വന്നിട്ടുള്ള വാർത്തകളാണ്. ഇതിനെതിരെ ഇതുവരെ രാഹുൽ ഗാന്ധി മാനനഷ്ട കേസിന് പോയിട്ടുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനും അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കോടതിയിൽ പോവാം. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന ഒരു കാര്യത്തിലും അദ്ദേഹം കോടതിയിൽ പോയിട്ടില്ല. ഏറ്റവും വലിയൊരു മയക്കുമരുന്ന് മാഫിയയുടെ തലവന്റെ മകളെയാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെ, സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അതിന് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതുവരെ ഒരു കോടതിയും സമീപിച്ചതായി നമുക്കറിയില്ല. ഇനി രാഹുൽ ഗാന്ധി പോയത് എവിടെയാണ്, എന്തിനാണ് പോയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം. രാഹുൽ ഗാന്ധി ഇപ്പൊ പോയത് മലേഷ്യയിലാണ്. മലേഷ്യയിലെ ലങ്കാവി എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ് അദ്ദേഹം പോയത്. ഈ യുനെസ്കോയിലൊക്കെ വലിയ പേരുകേട്ട, പൈതൃകമായി പേരുകേട്ട ഒരു ദ്വീപാണ് ലങ്കാവി എന്ന് പറയുന്നത്. ഈ ഹൈ ലെവലിലുള്ളവർക്ക്, അതായത് സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്ത അത്രയും പൈസ ചെലവാക്കി പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ ലങ്കാവി എന്ന് പറയുന്നത്. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ആണ്. മദ്യം, ചോക്ലേറ്റുകൾ, പിന്നെ സ്ത്രീകൾ, അങ്ങനെയുള്ളവരെയൊക്കെ ആവശ്യാനുസരണം അവിടെ കിട്ടും എന്നുള്ളതാണ് ആ ഒരു ദ്വീപിന്റെ പ്രത്യേകത. കാണാൻ വളരെ മനോഹരമാണ് ആ ദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ 2025 സെപ്റ്റംബർ 4 മുതൽ 8 വരെയാണ് രാഹുൽ ഗാന്ധിയെ കാണാനില്ലാത്തത്. അപ്പൊ അതിനുശേഷം രാഹുൽ ഗാന്ധി എവിടേക്കാണ്, പിന്നീട് കുറച്ച് ഫോട്ടോകളൊക്കെ പുറത്തു വന്നു. അതായത് രാഹുൽ ഗാന്ധി തട്ടമിട്ട 2 സ്ത്രീകളോടൊപ്പം ഒരു മാർക്കറ്റിലോ എവിടെയോ നിൽക്കുന്ന ഒരു കുട്ടി നിക്കറൊക്കെ ഇട്ട ഒരു പടം പുറത്തു വന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു പടം പുറത്തു വന്നത് ഒരു കാറിലിരുന്ന് രാഹുൽ ഗാന്ധി ഒരു ബൈക്കിൽ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നത്. തലയിൽ ഒരു ഹെൽമറ്റ് പോലത്തെ ഒരു തൊപ്പിയാണ് വച്ചേക്കുന്നത്. ഇതും കൊണ്ട് Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരു മനുഷ്യൻ മലേഷ്യയിലെ റോഡുകളിൽ ഒരു സുരക്ഷയും ഇല്ലാതെ പോകുന്ന ഒരു കാഴ്ച, അത് നമ്മളിവിടെ ആ ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി കാണാൻ പോകുന്നത് ആരെയാണെന്നും എന്തുദ്ദേശത്തിനാണ് കാണാൻ പോകുന്നതെന്നും രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, രാഹുൽ ഗാന്ധി കുറെ രഹസ്യങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ രഹസ്യ യാത്ര എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധിക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ പോയി എന്തെങ്കിലും സംഭവിച്ചു എന്ന് വെക്കുക. ഇപ്പോൾ ഇദ്ദേഹം ദുബായിൽ പോയിട്ടുണ്ട്, ഖത്തറിൽ പോയിട്ടുണ്ട്, ലണ്ടനിൽ പോയിട്ടുണ്ട്, മലേഷ്യയിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, ഹോങ്കോങ്ങിൽ പോയിട്ടുണ്ട്, വിയറ്റ്നാമിൽ പോയിട്ടുണ്ട്. 113 തവണയാണ് ഇദ്ദേഹം ഈ CRPF അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ
പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറയാതെ നിയമം ലംഘിച്ചുകൊണ്ട്, നിയമം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ സുരക്ഷ ഇത് ലംഘിച്ചുകൊണ്ട് 13 തവണയാണ് ഇദ്ദേഹം 113 തവണയാണ് ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയത്. അപ്പോ ഇദ്ദേഹം ഈ വിദേശ രാജ്യങ്ങളിൽ 103 തവണ പോയി. അവിടെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് വെച്ച് ഇദ്ദേഹത്തിന് എന്തെങ്കിലും, ഇപ്പൊ ശ്രീലങ്ക പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, അവിടെയൊക്കെ ഈ തമിഴ് പുലികളുണ്ട്. ഇദ്ദേഹത്തെ അച്ഛനെ തീർത്ത LTT പോലുള്ള തമിഴ് പുലികളൊക്കെ ഇപ്പോഴും അവിടെ ഉള്ളവരാണ്. അപ്പോൾ അവിടെ പോയി ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വെച്ചു, ഇദ്ദേഹം അപകടം, ഇപ്പോൾ 2 എണ്ണം അടിച്ച് വണ്ടി പോകുമ്പോൾ വണ്ടി മറിഞ്ഞ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഇദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് വെച്ചോ, ഇന്ത്യ മുഴുവൻ പറയുന്നത് നരേന്ദ്രമോദി ആളെ വിട്ട് രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ കൊന്നു. ഇങ്ങനെ ആയിരിക്കാം ലോകം മുഴുവൻ പരക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായി നരേന്ദ്രമോദിയോട് ഏക വെറുപ്പുള്ള ഒരാള് രാഹുൽ ഗാന്ധിയാണ്. ഇത്രയും വെറുപ്പ് സൂക്ഷിക്കുന്ന മറ്റൊരാളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എന്ത് സംഭവിച്ചാലും കൊണ്ടുവന്ന് അന്വേഷണം ഇതൊക്കെ പിന്നീടാണ്. അങ്ങനെ ഒരു വാർത്ത പരന്നാൽ അത് ഇന്ത്യൻ സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത്, നിങ്ങൾ എവിടെ വേണോ പൊക്കോ, എന്ത് കാര്യത്തിന് വേണോ പൊക്കോ. മനുഷ്യനാണ്, പല ബലഹീനതകൾക്കാണ്. കേരളത്തിൽ കിടന്ന് ചിലപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കിടന്ന് ചിലപ്പോൾ ആ ബലഹീനതകൾ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം രാഹുൽ ഗാന്ധി ഒരുമാതിരിപ്പെട്ട ഇന്ത്യക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ ഇന്ത്യക്കകത്ത് കിടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ചില സുഖ സൗകര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയില്ല. വിദേശ രാജ്യങ്ങളിലാകുമ്പോൾ അത് പ്രശ്നമില്ലാതെ വരും. അപ്പോൾ നിങ്ങൾ പൊക്കോ, നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ, അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ പറഞ്ഞിട്ട് വേണം പോകാൻ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് Z+ കാറ്റഗറി സുരക്ഷയാണ് നൽകുന്നത്. അതായത് അതീവ സുരക്ഷ. 55 കമാൻഡർമാർ, CRPF കമാൻഡർമാരും ഉദ്യോഗസ്ഥരും അടക്കമാണ് ഇദ്ദേഹത്തിന് സുരക്ഷ നൽകുന്നത്. മാത്രമല്ല Z+, അതായത് ASL, ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സുരക്ഷയാണ് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത്. അതായത് അമിത്ഷാ, പിന്നെ നമ്മുടെ യോഗി ആദിത്യനാഥ്, അല്ലെങ്കിൽ മോഹൻ ഭഗവത് തുടങ്ങിയ അതിപ്രധാനപ്പെട്ട, അതായത് ഈ ജീവന് ഭീഷണിയുള്ള നേതാക്കന്മാർക്ക് നൽകുന്ന അതേ സുരക്ഷയാണ് രാഹുൽ ഗാന്ധിക്കും നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സുരക്ഷ രാഹുൽ ഗാന്ധിക്ക് നൽകുമ്പോഴും രാഹുൽ ഗാന്ധി ആരോടും പറയാതെ എന്തിനാണ് ഈ മുങ്ങുന്നത് എന്നുള്ളത് ഈ അടുത്ത സമയത്ത്, അതായത് ഇപ്പോൾ ഈ ബീഹാറിലെ വോട്ടർ അധികാർ യാത്ര നടന്നല്ലോ, അതിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കാൻ പോയപ്പോൾ ഒരാൾ പെട്ടെന്ന് വന്ന് രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നു, അതിനുശേഷം തോളിൽ ചുംബിക്കുന്നു. ഈ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോകുന്ന ഒരു അവസ്ഥ. പിന്നീട് ഒരുപാട് ശ്രമിച്ചാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാളുടെ കരങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയത് എന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു ചാവേറ് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ അച്ഛന് സംഭവിച്ചതുപോലെ സംഭവിക്കാൻ വലിയ താമസമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് കൂടി ബാധ്യതയുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന് കൂടി ബാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാതെ അദ്ദേഹം ഈ കറങ്ങിക്കൊണ്ട് നടക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ ജീവന് പോലും അപകടം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പഞ്ചാബിലൊക്കെ മത്സരിച്ചപ്പോഴും അദ്ദേഹം വിദേശ രാജ്യത്താണ്. ഹോങ്കോങ്ങിലും പട്ടായയിലും വിയറ്റ്നാമിലും മലേഷ്യയിലും ഒക്കെയാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ചപ്പോൾ ഇന്ത്യ ദുഃഖാചരണത്തിൽ ഏർപ്പെടുത്തപ്പോൾ അദ്ദേഹം വിയറ്റ്നാമിനായിരുന്നു. അതുമാത്രമല്ല 2020 ഏറെ പ്രധാനപ്പെട്ട, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അവരുടെ 136ാം ഇതാണ് കോൺഗ്രസിന്റെ ഒരു ജന്മജയന്തി എന്നൊക്കെ പറയില്ല, ആ ദിവസമാണ്. അന്ന് അദ്ദേഹം ഇറ്റലിയിലായിരുന്നു. അപ്പോൾ ഇവിടെ പ്രളയം, കൊടുങ്കാറ്റ്, ജനങ്ങൾ ബുദ്ധിമുട്ട്, എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന്റെ സുഖവും സന്തോഷവും കണ്ടെത്താൻ അദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഒന്നുകിൽ അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹമായ ഇടപാടുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹം ആരിൽ നിന്നും എന്തൊക്കെയോ രഹസ്യം മറിച്ച് മറ്റെന്തൊക്കെയോ അദ്ദേഹം തയ്യാറാക്കി കൂട്ടുന്നുണ്ട്. ഇത് ഇനിയും അദ്ദേഹത്തെ പറയാതെ വിദേശ രാജ്യങ്ങളിലേക്ക് വിടില്ല എന്ന ഒരു നിർദ്ദേശമാണ് CRPF മല്ലികാർജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കും ഇനി രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്ന തീരുമാനം? ഇനിയും പറയാതെ പോകാൻ തന്നെ ആയിരിക്കുമോ അദ്ദേഹത്തിന്റെ തീരുമാനം എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.